ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ വ്ളോഗാണ്. അപ്പോൾ രാവിലത്തെ ചായ കുടി കഴിഞ്ഞ്, അതായത് കാലിച്ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള അടുക്കളയുടെ ഒരു അവസ്ഥയാണ്. എല്ലാം ആകപ്പാട് അലങ്കോലപ്പെട്ടെല്ലാം കിടക്കുവാണ്. ഇനി അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി നോക്കാനായിട്ട്. രാവിലെ തന്നെ 2 ഡേറ്റ്സ് കഴിച്ചുകൊണ്ട് ജോലികൾ ആരംഭിക്കാമെന്ന് വിചാരിച്ച്. രാവിലെ ഒരു ഡേറ്റ്സ് കഴിക്കുന്ന ഒരു ശീലം എനിക്കുള്ളതാണ്. അപ്പോൾ അത് ഞാൻ മേടിച്ചെപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. 2 കഴിക്കാറുള്ളത്. അതും ചായയും കുടിച്ചുകൊണ്ടാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇന്നലെ വെച്ച മുളകിട്ട മീൻകറിയും ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ബീഫൊക്കെ ഒന്ന് എടുത്ത് ഉച്ചയാകുമ്പോൾ ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡായിട്ടൊരു മോര് കാച്ചിയതോ അങ്ങനെ പപ്പടം അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ രാവിലെ ഞാൻ ദോശയും ചമ്മന്തി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിറക് പുര. ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ വിറകൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് തീരാം. ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ലേറ്റായി കിടന്നുകൊണ്ട് ഗ്യാസ് ഒന്നും ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റിയില്ലേ. ഇപ്പോൾ രാവിലെ തന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഗ്യാസൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. അത് കുക്ക് ചെയ്യുമ്പോഴൊക്കെ എന്തോ ഒരു പൂർണ്ണതയിൽ എത്താത്ത പോലെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്നും വൈകിട്ട് കിടക്കാൻ നേരത്തെ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് ലേറ്റായിട്ട് കിടന്ന കാരണം എനിക്കത് ചെയ്യാൻ എന്തോ മടിയായിട്ട് ചെയ്തില്ലേ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പഠിത്തമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഒരു 8 മണി 8:30 വരെയൊക്കെ കിടന്നങ്ങ് ഉറങ്ങുകയും. കാരണം പയ്യെല്ലാം ചെയ്താൽ മതിയല്ലോ. മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസം നേരത്തെ തന്നെ എഴുന്നേറ്റെല്ലാം ചെയ്തെല്ലാം ഓക്കെ. ഈ ഒരു സമയമാകുമ്പോൾ എൻ്റെ ജോലി പകുതി മുക്കാലും കഴിയും. അപ്പം കുട്ടികൾക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങുകയും. അപ്പോൾ ചമ്മന്തിക്കുള്ള പാൻ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചമ്മന്തിക്കുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. വെള്ളച്ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ കടുകൊക്കെ കുറേ ഏറെ മേടിച്ചിട്ട് കുറേ ആവശ്യത്തിനുള്ള ഇതുപോലെ ചെറിയൊരു ഡപ്പയ്ക്കകത്ത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ ചെറിയ ഡപ്പയ്ക്കകത്ത് കടുക് കുറേശ്ശെ എടുത്ത് ആവശ്യത്തിന് എടുത്ത് വെക്കുകയും ബാക്കിയുള്ളതൊക്കെ വലിയ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും. അപ്പോൾ കറിവേപ്പില അതുപോലെ തന്നെ കുറേ ഏറെ പറിച്ച് നമ്മുടെ മുറ്റത്തുണ്ട്, എങ്കിലും ഓടി പോയി പറിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഏറെ പറിച്ച് ഡപ്പയ്ക്കകത്ത് ഇങ്ങനെ പേപ്പർ വിരിച്ചിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ജോലിയൊക്കെ നമ്മൾ കുറഞ്ഞു കിട്ടുമല്ലോ. അല്ലെ പിന്നെ കറി ഉണ്ടാക്കുന്നവരെ ഓടിപ്പോയി കറിവേപ്പില പറിക്കാനൊക്കെ നമുക്കൊരു മടിയാണ്. മുറ്റത്തുണ്ടെങ്കിൽ തന്നെ അത് പറിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മോൾ ഉറക്കം എണീറ്റ് വന്നേ. മോള് ഒരു 10:30-11 ആകുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളൂ. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് അവളും താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. സ്കൂളുള്ള ദിവസം നേരത്തെ എണീക്കുവേ. അപ്പോൾ അവൾക്ക് ചായ ഞാൻ വെക്കുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചാണ് ചായ വെക്കുന്നത്. അപ്പോൾ അവൾക്കുള്ള ചായ ഞാൻ ചൂടാക്കുകയാണ്. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും നല്ല കടുപ്പത്തിലുള്ള ചായ വേണേ. കടുപ്പത്തിലൊരു ചായ രാവിലെ കിട്ടിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മോൾക്കുള്ള ചായ ഒന്ന് ചൂടാക്കി അവൾക്ക് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. എനിക്കിങ്ങനെ ചെറിയ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചായയോ ഒക്കെ കുടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ച് നിൽക്കും. പിന്നെ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കൊടുക്കണമല്ലോ. അത് കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ എന്നോർത്തിട്ടാണ് രാവിലെ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ മാത്രമുള്ളെങ്കിൽ ഞാൻ എന്തെങ്കിലും കേക്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുവേ. അപ്പോൾ കുട്ടികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. ചോറും കറി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല. അത് ഞാൻ എത്ര കൂട്ടം വേണമെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വെക്കും. പക്ഷേ എന്നും
ബ്രേക്ക്ഫാസ്റ്റിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. ഉണ്ടാക്കിയാൽ 1 അല്ല 2 അതിൽ കൂടുതലൊന്നും കഴിക്കത്തില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നെയ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് നെയ് റോസ്റ്റും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നെയ് റോസ്റ്റ് ഉണ്ടാക്കുവാണേ. ചോറ് ഞാൻ വിറകടുപ്പേ വെച്ച്, അപ്പുറത്ത് വിറക് കത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ ഇപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഗ്യാസ് വളരെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇൻഡക്ഷൻ കുക്കറും വിറകടുപ്പൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എൻ്റെ ഗ്യാസ് ഇപ്പോൾ ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ടെൻഷനിലായത് കാരണം അധികം ഞാനിപ്പോൾ വിറകടുപ്പയിലാണ് എല്ലാം വെക്കുന്നത്. അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ വിറകടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തേന് സൈഡായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലേ. ഒരു കണക്കിന് നോക്കിയാൽ കുട്ടികൾക്ക് സ്കൂളുള്ളപ്പോൾ ജോലിയൊക്കെ രാവിലെ തന്നെ തീർന്ന് ഞാൻ ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും പിന്നെ വീഡിയോസ് എടുക്കുന്നതും ഒക്കെ. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും ഒരു മടിയാണ്. എണീക്കുന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ്, രാത്രി കിടക്കുന്നതും വളരെ ലേറ്റായിട്ടാണ്. അതുകൊണ്ട് ജോലിയൊന്നും എത്ര ചെയ്താലും ജോലിയൊന്നും തീരത്തില്ലേ. അപ്പോൾ ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ദോശ കഴിക്കാൻ എടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.